ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വേണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സെൽഫ് വർക്കിംഗ് അല്ല, ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണം, ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബൾബ് തെളിയുള്ള, അപ്പോൾ അതൊന്ന് ചെക്കപ്പ് ചെയ്യണം. സ്പീഡോമീറ്റർ ചെക്കപ്പ്, സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. ഹാൻഡിലിനൊരു വിറയിൽ മിറർ ലൂസ്, ഇത്രയും കേസാണ് പറഞ്ഞത് കേട്ടോ. മിറർ നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ. ഹാൻഡിൽ ജർക്കിങ്ങിൻ്റെ കേസ്, ഹാൻഡിലിന് വിറയിൽ പറയുന്നതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇവിടുത്തെ ഒരു സ്ക്രൂ ഒക്കെ ചാടി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. പക്ഷേ വണ്ടിക്ക് അത് കൂടാതെ കൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്തുണ്ടല്ലോ ഏകദേശം ഒരു 10-40 കിലോമീറ്റർ വേഗതയിലായി കഴിഞ്ഞാൽ ഹാൻഡിൽ മേന്ന് ജസ്റ്റ് കൈയൊന്ന് പതുക്കൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രണ്ട് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ബുഷുകൾ കംപ്ലൈൻ്റ് ഉണ്ട്, ടയറിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടുണ്ട്. ഫ്രണ്ട് ബുഷ് മാത്രം മാറ്റിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ടയറടക്കം ചേഞ്ച് ചെയ്തിട്ടാൽ റെഡി ആവുള്ളൂ. ടയർ ഏറെക്കുറെ പകുതി ആയിട്ടുള്ളൂ. ടയർ റൊട്ടേഷൻ ചെയ്ത് ഇടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നിലവിൽ അഴിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ ചെയ്തതിന് ബാക്കിൽ കിടക്കുന്ന ടയറും വലിയ കുഴപ്പമില്ലാത്ത ടയറാണ്. പക്ഷേ ഈ മോഡൽ ടയറൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ തന്നെയാണ് നമ്മൾ ബാക്കിലിടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് 100% വെട്ടൽ കാര്യങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബുഷ് സെറ്റ് മാറ്റി ടയർ മാറ്റിയാലേ റെഡി ആവുള്ളൂ. വിറയിൽ മാറണമെന്നുണ്ടെങ്കിൽ ഹാൻഡിലിൻ്റെ അവിടുത്തെ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഞാൻ ഓക്കെ ആയിക്കോളും. പിന്നെ മിറർ ലൂസായിട്ടുണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ കേസ് പറഞ്ഞിട്ട് അത് നമുക്ക് നോക്കാം. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പോയേക്കണാണ് വർക്ക് ആവാത്തതിൻ്റെ കേട്ടോ. മീറ്റർ മെക്കാനിസം എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടോ എന്നുള്ള ദിവസം അഴിച്ച് നോക്കിയാൽ അറിയുള്ളൂ. അതിൻ്റെ കേസ് ഞാൻ അഴിച്ചിട്ട് നോക്കിയിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ എസ്റ്റിമേറ്റിൽ സ്പീഡോമീറ്ററിൻ്റെ കേബിളാണ് ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് പോയേക്കണാണ്, അപ്പോൾ അത് നമ്മൾ മാറ്റി ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലില്ല വണ്ടിക്കകത്ത്, ആകെ കൂടിയുള്ള ഓയിലാണിത് കേട്ടോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര ലെവൽ കുറഞ്ഞ് ഓടിയേക്കണോണ്ടാണ് വണ്ടിക്ക് എന്തെങ്കിലും മിക്കവാറും പണി കിട്ടിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത 99% സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്ക് വണ്ടി വരുന്ന സമയത്ത് വണ്ടിക്ക് പുകയൊന്നുമില്ല. കാരണം പുക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓയിൽ കയറി കത്തണം. ഓയിൽ കത്തണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ഓയിൽ വേണം, അപ്പോൾ ഓയിലില്ല. രണ്ടാമത് നമ്മളിപ്പോൾ ഓയിലൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് പുകയുടെ പ്രശ്നം, സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ പുക വരാനുള്ള സാധ്യത 90% ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. വരുമ്പോൾ കംപ്ലയിൻ്റ് ഇല്ലാത്തത് വണ്ടിയിൽ ഓയിലില്ലാത്തതാണ്. ഓയിൽ ഫില്ല് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊന്ന്. പിന്നെ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഓയിൽ എന്ത് കാരണം കൊണ്ടാണ് കുറയണേ, എത്രത്തോളം കുറയണുണ്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, ശ്രദ്ധിക്കണം. അത് ഒരു മാസമൊക്കെ ഓടിക്കും, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ എൻജിൻ ഓയിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഓയിൽ കുറയും, കാരണം ഇത്ര ഓയിൽ ലെവൽ കുറവുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് ഓയിൽ ലെവൽ കുറയും. അത് എത്രത്തോളം കുറഞ്ഞു പോകേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അതിന് വേണ്ട മെയിൻ്റനൻസ് നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ. അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കേസാണ്. നല്ല ഓട്ടമുള്ള വണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിക്ക് പണി കിട്ടും, അത് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റേണ്ട കേസ് ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടിയുടെ എഞ്ചിൻ കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു 90% സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ബാറ്ററിയാണ് കംപ്ലയിൻറ്റ്. ഞാൻ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ 11 വോൾട്ട് ഉള്ളൂ നിലവിൽ. ലോഡ് കൊടുക്കുമ്പോഴും 5 വോൾട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. ശരിക്കും 8.5 വോൾട്ടിൽ താഴെ പോയ ബാറ്ററി മാറ്റണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5 വോൾട്ടിലേക്ക് പോകണം. ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫ് വർക്കിംഗ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അതിനകത്ത് എൻജിൻ ഓയിൽ, പൊല്യൂഷൻ ടെസ്റ്റ്, അതേപോലെ ബാറ്ററി, ഈ പറഞ്ഞ രീതിയുടെ ബാക്കിയത്തെ വർക്കുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബാക്കിയത്തെ വർക്കുകൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഫ്രണ്ട് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട് ആ ഹാൻഡിൽ കവറൊക്കെ റീസെറ്റിംഗ് ആണ് നമ്മളതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് ടയറുമായി ബന്ധപ്പെട്ട് വെട്ടലുണ്ട് വണ്ടി, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചോണ്ടോന്ന് അറിയാം. നല്ല രീതിയിൽ വെട്ടലുണ്ട്. അത് ചെയ്യണമെങ്കിൽ നോക്കിയിട്ട് പറയാം. അതാണെങ്കിൽ നമുക്ക് അത് അഴിച്ച് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ബുഷിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അഴിക്കുമ്പോഴാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. 99% ബുഷ് പോയിട്ടുണ്ടാവും. അത് നമുക്ക് അഴിച്ച് നോക്കിയിട്ട് പിന്നെ ടയറും കൂടി മാറ്റാനുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് അഴിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. അങ്ങനെ ഞാൻ അഴിച്ച് നോക്കിയിട്ട് ഏതൊക്കെ പാർട്സ് ഡാമേജ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അയച്ചതിന് ശേഷം പറയാം. ഇപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.